ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്നേ രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിപ്പോൾ ഒന്ന് തോർന്ന് ശാന്തമായിട്ട് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എപ്പോഴാണ് പെയ്യണേന്ന് അറിയാൻ പാടില്ല കേട്ടോ. ഇന്ന് പിള്ളേർക്ക് സ്കൂളില്ല എന്നുണ്ടെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ മഴയും കാറ്റും കണക്കിലെടുത്ത് ഇന്നിപ്പോൾ കളക്ടർ അവധി വീണ്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മക്കളും വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കും എന്ന് ആലോചിച്ചപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഞാൻ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിന്ന് എന്താ ഉണ്ടാക്കുന്നതെന്ന് കാണാം. നമ്മളെപ്പോഴും ഓട്ടട ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മൈദപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഓട്ടട ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് പച്ചരി വെച്ചിട്ട് മലബാർ സ്പെഷ്യൽ ഓട്ടട എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. വളരെ സിമ്പിളാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതൊരു 2 കപ്പ് പച്ചരിയാണ് കേട്ടോ. ഇന്നലെ രാത്രി ഞാൻ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി വെച്ചിരിക്കുന്ന പച്ചരിയാണ്. നമ്മൾ ഒരു 8 മണിക്കൂറൊക്കെ ഇതൊന്ന് നല്ലപോലെ കുതിർത്തി എടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് പറയുന്നത് 2 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഏത് ചോറായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ വൈറ്റ് റൈസാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ചോറിന് ഉപയോഗിക്കുന്ന ചോറുണ്ടല്ലോ കഴിക്കാൻ, അതിപ്പോൾ കുത്തരി ആയാലും ഇതായാലും ഒന്നും പ്രശ്നമില്ല. അങ്ങനെ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങ തികച്ചുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു മുറിയുടെ ഒരു 1/4 ഭാഗം തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. 1/4 ഭാഗം ഞാൻ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരമുറി എന്ന് പറയാൻ പറ്റില്ല. 1 കപ്പ് തേങ്ങ അത്ര ഉദ്ദേശിച്ചാൽ മതി. 2 കപ്പ് പച്ചരി, 1 കപ്പ് ചോറ്, ഒരു 1/4 കപ്പോളം തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് തേങ്ങ വേണമെങ്കിൽ ഇതിൻ്റെ ഒപ്പം ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. അല്ലെങ്കിൽ അരിയും ചോറും അരച്ചതിന് ശേഷം നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഈ അരിയും ചോറും കൂടി നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇപ്പം ഞാനിതിലേക്ക് അരിയും ചോറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ 2 കപ്പ് പച്ചരി എടുത്ത് 1 ഗ്ലാസ് ചോറ്, 2 കപ്പെന്ന് പറയുമ്പോൾ കപ്പെന്ന് തന്നെ പറയാം കേട്ടോ. അതായത് 2 കപ്പ് പച്ചരി, 1 കപ്പ് ചോറ്, 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അരക്കുക കേട്ടോ. ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ച് അരക്കരുത്. നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരിക്കേണ്ടത്. അപ്പോൾ ലൂസായി പോകരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് എങ്ങനെയാണ് കൺസിസ്റ്റൻസി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് അരച്ചെടുക്കുമ്പോൾ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ. ബാക്കി ഒരു പ്രശ്നമില്ല കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഞാനിതിലേക്ക് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്ത് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് നല്ലപോലെ അരച്ചെടുക്കുക. ഇതാകുമ്പോൾ തേങ്ങ നമുക്ക് കടിക്കാനൊന്നും കിട്ടില്ല. ജസ്റ്റ് ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും തേങ്ങയുടെ ടേസ്റ്റൊക്കെ നമുക്ക് ഇതിൽ കിട്ടുകയും ചെയ്യും. ഇതിട്ട് അരച്ചില്ലെങ്കിലും പ്രശ്നമില്ല. നമ്മൾ ചൂടാൻ നേരത്ത് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതിയാകും കേട്ടോ. ഇപ്പോൾ ഞാൻ മാവ് നല്ലപോലെ സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. പൊഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ വെള്ളം പോലുള്ളൊരു ബാറ്ററല്ല. അപ്പോൾ ഈ രീതിയിൽ വേണം കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. പ്രത്യേകത നമ്മൾ ഈ ചട്ടിയിലെ മുട്ടപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഈ ഓട്ടട ഉണ്ടാക്കുന്നത്. ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ കാര്യങ്ങളൊന്നും തൊട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ജസ്റ്റ് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക. ചട്ടി നല്ലപോലെ ചൂടായിട്ട് വരണം കേട്ടോ. നല്ലോണം ചട്ടി ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ എടുത്ത് വെളിച്ചെണ്ണയും കൂടി ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഓരോ തവി മാവ് കോരി ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ഓട്ടട റെഡി ആകും കേട്ടോ. അത് ഏത് കറിയുടെ കൂടിയും വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അല്ലെങ്കിൽ തേങ്ങാപ്പാൽ കൂട്ടിയിട്ടും കഴിക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചട്ടി ഏകദേശം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചട്ടിയിലേക്ക് മാവ് ഒഴിക്കുമ്പോൾ ചട്ടി നല്ല രീതിയിൽ ചൂടായിട്ടിരിക്കണം. പിന്നെ മാവ് ഒഴിച്ച ശേഷം അതിൽ ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. എന്നിട്ട് മൂടി വെച്ച് കൊടുക്കണം കേട്ടോ. മാവ് ഒഴിക്കുകയാണ്. ഇപ്പോൾ ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറിയ രീതിയിൽ ബബിൾസ് വന്നത് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇങ്ങനെ ബബിൾസ് വന്ന് കഴിയുമ്പോൾ ഫുള്ളാവണ്ട, കുറേശ്ശെ ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരു മൂടിപ്പാത്രം വെച്ചിട്ട് അതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇങ്ങനെ മൂടി വെച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ട ഞാനിപ്പോൾ മൂടിപ്പാത്രം മാറ്റി
അപ്പം നമ്മുടെ ഓട്ടടയിൽ നിറയെ ഹോൾസ് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമുക്കിത് ഇളക്കിയെടുക്കാം. ആദ്യത്തെ അട ചിലപ്പോൾ ഇട്ട് വരാൻ പാടായിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് പോരും കേട്ടോ. ആദ്യത്തെ എപ്പോഴും ഒരു ചെറിയൊരു പിടുത്തം വരും, പിന്നീട് നമ്മൾ ചുട്ടെടുക്കുമ്പോൾ അത് സിമ്പിളായിട്ട് വന്നോളൂ കേട്ടോ. ഇങ്ങനെ ഒന്ന് കുത്തി കുത്തി കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതിങ്ങനെ പോരും. കണ്ട, ഇങ്ങനെ നമ്മുടെ ഓട്ടട നമുക്ക് നല്ല ക്ലിയറായിട്ട് കിട്ടും കേട്ടോ. നമുക്കിതൊരു പാത്രത്തിലേക്ക് വെക്കാം. ഇനി നമ്മൾ അടുത്ത ചുടുമ്പോൾ ഇതിനടിയിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നല്ലപോലെ കുത്തി മാറ്റി കൊടുക്കണം. ഇതൊരു തുണി വെച്ചിട്ട് അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് അടുത്ത മാവ് കോരി ഒഴിക്കാം കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും ഇതിലേക്ക് മാവ് കോരി ഒഴിക്കാം കേട്ടോ. വീണ്ടും മാവ് ഒഴിച്ചിട്ട് ജസ്റ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ നമുക്കത് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബാക്കി എല്ലാ മാവും ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, സിമ്പിളാണ്. അരി മാത്രം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കറിയില്ലെങ്കിലും തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതെന്തായാലും എല്ലാവരും ഈ സെയിം റേഷ്യോയിൽ ഞാൻ പറഞ്ഞ കറക്റ്റ് അളവിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് റെഡിയായി കിട്ടും. ഞാനിപ്പോൾ ഇത്രയും ഓട്ടട ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ബാക്കി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ.